ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽഎം തിങ്. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ പേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ, ആ ലെസണിലെ പേജ് 10-ലെ 3ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. The perimeter of a rectangle is 40 centimeters and one side is 8 centimeters longer than the other. Calculate the length of the sides. ഇപ്പൊ ചോദ്യം മനസ്സിലായി കാണുമല്ലോ. എന്താണ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ്, ചുറ്റിനുമുള്ള അളവ്, 4 വശങ്ങളുടെയും കൂടെ ആകെ തുക 40 സെന്റിമീറ്ററും ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലുമാണെങ്കിൽ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ് അല്ലെ. ചതുരമാകുമ്പോൾ നീളവും എന്താണ്, 2 നീളവും ഉണ്ട്, 2 വീതിയും ഉണ്ട്. എപ്പോഴും നീളമായിരിക്കും വീതിയേക്കാൾ കൂടുതൽ. ഇതനുസരിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനൊരു റഫ് ഫിഗർ വരയ്ക്കാണ്. ചതുരം, 2 നീളം, 2 വീതി. ഈ 4 വശങ്ങളും കൂടി ചേരുന്നതാണ് പെരിമീറ്റർ. പെരിമീറ്റർ ഈക്വൽസ് 40 തന്നിട്ടുണ്ട് അല്ലെ. പെരിമീറ്റർ ഈക്വൽ 40 സെന്റിമീറ്റർ. അതായത് 2 × L+B. 2 × L+B ഈക്വൽസ് 40. അപ്പൊ 2 നീളവും 2 വീതിയും കൂടി കൂട്ടുന്നതാണ് 40. അപ്പൊ ഒരു നീളവും ഒരു വീതിയും L+B equals 40 divided by 2 equals 20 സെന്റിമീറ്റർ. നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 20 സെന്റിമീറ്റർ. പക്ഷെ ഈ ചോദ്യത്തിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു വശം മറ്റു വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നീളമായിരിക്കുമല്ലോ കൂടുതൽ, ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് വീതിക്ക് x എന്ന് എടുക്കാം. Let the breadth be അങ്ങനെയാണെങ്കിൽ നീളം എത്ര ആയിരിക്കും? ഇതിനേക്കാൾ 8 കൂടുതൽ. Let the breadth be x. Then the length will be x plus 8. അപ്പൊ നമ്മള് ലെങ്ത് ബ്രെഡ്ത്ത് എക്സ് ആയിട്ടും ലെങ്ത് x+8 ആയിട്ട് എടുത്തു. ഇത് രണ്ടും കൂടി ചേരുന്നതല്ലേ 20 എന്ന് പറയുന്നത്. അതങ്ങോട്ട് നമുക്ക് എഴുതാം. x+8 ഈക്വൽസ് 20. ഒരു നീളവും ഒരു വീതിയും കൂടെ ചേരുന്നതാണ് 20. അങ്ങനെ വീതി, നീളം, എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 2x + 8 ഈക്വൽസ് 20. 2x-നോട് 8 കൂട്ടിയാൽ 20 കിട്ടും. അപ്പൊ 8 കൂട്ടിയില്ലായിരുന്നെങ്കിലോ എത്രയായിരിക്കും? അത് കുറയല്ലേ ചെയ്യാം അല്ലെ. 20-ന്ന് 8 കുറയും. പക്ഷെ 8 കൂടിയ 2x-ന്റെ കൂടെ 8 കൂടിയപ്പോൾ 20 ആയെങ്കിൽ 2x എത്ര ആയിരിക്കും? 20 - 8 ആയിരിക്കും അല്ലെ. അപ്പൊ 2x എത്രയായിരിക്കും? 2x ഈക്വൽസ് 20 - 8. എത്ര? 20-ന്ന് 8 പോയാൽ എത്ര? 12. Therefore x is equal to 2x 12 ആയാൽ 1x എത്ര? 2 പേനയ്ക്ക് 12 ആയാൽ 1 പേനയ്ക്ക് എത്ര? അതുപോലെ 2x 12 ആയാൽ ഒരെണ്ണം എത്ര? 12/2. 12/2 ഈക്വൽ 6. നമ്മൾ എന്താണ് x ആയിട്ട് എടുത്തത്? ബ്രെഡ്ത്ത് അല്ലേ. Therefore breadth is equal to 6 സെന്റിമീറ്റർ. ലെങ്ത് is equal, ഇതിനേക്കാൾ 8 കൂടുതൽ അല്ലേ. അപ്പം x+8 എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ. x 6, അപ്പൊ 6 + 8 ഈക്വൽസ് 14 സെന്റിമീറ്റർ. അപ്പം നമുക്ക് സൈഡ്സ് എന്തൊക്കെ കിട്ടി? 14 6. Therefore length of the sides, വശങ്ങളുടെ നീളം, is 14 സെന്റിമീറ്റർ and 6 സെന്റിമീറ്റർ. മനസ്സിലായോ?
എളുപ്പമല്ലേ ഈ ചോദ്യം? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം. A wire is 3.5 meters long is to be cut into 2 pieces with the one piece bent into a square and the other into an equilateral triangle. Length of the sides of both must be same. How should the wire be cut? അപ്പൊ ചോദ്യം മനസ്സിലായോ? ഒരു വയറാണ്, 3.5 മീറ്റർ നീളമുള്ള വയറിനെ 2 കഷ്ണങ്ങളാക്കി. ഈക്വൽ ആയിട്ടല്ല, തുല്യമായിട്ടല്ല, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും അങ്ങനെ മുറിച്ച്. എന്നിട്ട് ഒരു കഷ്ണം എടുത്ത് എന്താക്കി? സ്ക്വയർ ഉണ്ടാക്കി. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ആൻഡ് ഒരു കഷ്ണം എടുത്ത് എന്തുണ്ടാക്കി? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓൾ സൈഡ് 3 sides ആർ ഈക്വൽ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? എല്ലാത്തിന്റെയും വശങ്ങൾ തുല്യമാണ്. ഇത് ഓരോ വശം 2 ആണെങ്കിൽ ഇത് ഓരോ വശം 2, ഇത് ഓരോ വശങ്ങളും 3 ആണെങ്കിൽ ഇത് ഓരോ വശങ്ങളും 3. അപ്പൊ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് A എന്ന് കൊടുക്കുന്നു. ഈച്ച് സൈഡ് A. ഇത് അങ്ങനെയാണെങ്കിൽ A. രണ്ടിന്റെയും വശങ്ങൾ തുല്യമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ രണ്ടിനും A കൊടുത്തു. അപ്പൊ ഇതിന് 4 Aയും എടുത്തു, ഇതിന് 3 Aയും എടുത്തു. അപ്പം ആർക്കായിരിക്കും വയറ് കൂടുതൽ നീളം വേണ്ടത്? വയറിന് നീളം കൂടുതൽ വേണ്ടത് സ്ക്വയറിനായിരിക്കും. കാരണം എന്താ? അതിന് 4 വശങ്ങളുണ്ട്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിനോ 3 വശമേ ഉള്ളൂ അല്ലേ? അപ്പം കൂടുതൽ വയറിന് ആരായിരിക്കും എടുത്തത്? സ്ക്വയർ ആയിരിക്കും. കുറച്ച് ഈക്വലാറ്ററൽ ട്രയാങ്കിളും. അപ്പൊ നമുക്കിത് ചെയ്യാം. അപ്പം 4, 3, 7 7 രണ്ടുപേരും കൂടെ എടുത്തു. 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 3.5 മീറ്റർ. ഓക്കെ, നമുക്കിത് ചെയ്യാം. ഒരു വയറ് 3.5 മീറ്റർ നീളമുള്ള ഒരു വയറ് 2 കഷ്ണമാക്കി. ഒരു കഷ്ണം എടുത്തിട്ട് സ്ക്വയറും മറ്റേ കഷ്ണം ഇക്വലാറ്ററൽ ട്രയാങ്കിളും. സൈഡ് രണ്ടിന്റെയും വശങ്ങൾ തുല്യമാണെന്ന് പറയുന്നുണ്ട്. ലെറ്റ് ദ സൈഡ്സ് ഓഫ് സ്ക്വയർ ആൻഡ് equilateral triangle B A എന്ന അക്ഷരം കൊടുക്കാം. അപ്പം ഇത് 4 A ഉണ്ട് അല്ലേ? 4 വശങ്ങളും തുല്യം. ഇത് 3 വശവും തുല്യം, 3 A. 4 Aയും 3 Aയും കൂടെ ചേരുന്നതാണ് 3.5 മീറ്റർ. അപ്പൊ ആരായിരിക്കും കൂടുതൽ നീളം എടുത്തത്? സ്ക്വയറിന് സമചതുരത്തിന് 4 വശങ്ങളുള്ളതുകൊണ്ട് 4 വശവും ബെൻഡ് ചെയ്ത് വരണ്ടേ? കൂടാതെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, രണ്ടിന്റെയും വശങ്ങൾ എന്തുണ്ട്? തുല്യമാണ്. ഇതിന്റെ ഓരോ വശവും 2 ആണെങ്കിൽ ഇതും 2 ആയിരിക്കും. ഇതിന്റെ ഓരോ വശങ്ങൾ 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. ഇപ്പൊ 2 ആണെങ്കിൽ ഇത് എത്ര? 2 2 2 2 എത്ര? 8 ആയില്ലേ? ഇത് 2 ആണെങ്കിൽ 2 2 2 എത്ര? 6 ആയി. 8 6 14. പക്ഷേ ഇവിടെ നമുക്ക് 3.5 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. രണ്ടും കൂടെ ചേരുമ്പോ 3.5 മീറ്റർ. അപ്പം 4 Aയും 3 Aയും കൂടെ ചേരുന്നതാണ് 4A plus 3A equals 3.5. 3.5 നമുക്ക് എങ്ങനെ അറിയാം? 3 2 6 1 7 7/2 എന്ന് എഴുതാം. 4A plus 3A എത്ര? 7A 7/2. 7A 7/2 ആണെങ്കിൽ A എത്ര? 7/2 divided by 7. Take the reciprocal and multiply അല്ലേ? 7ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/7 എന്ന് കിട്ടും. ഈ 7ഉം 7ഉം കട്ട് ചെയ്യുമ്പോൾ ഹാഫ് എന്ന് കിട്ടും. എന്താ കിട്ടും? ഹാഫ് എന്ന് കിട്ടും. അപ്പോഴേ ഓരോ വശങ്ങൾ അര 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 എത്ര എടുത്തു കാണും? 2 അരകള് 4 എണ്ണം ചേരുമ്പോ എത്ര? 2. അര 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 എത്ര? 1.5. അപ്പൊ ഇത് എന്താണ്? 2 മീറ്ററും ഇത് എത്ര? 1.5 മീറ്ററും. അപ്പൊ വയർ എങ്ങനെയാ മുറിച്ചത്? 2 മീറ്റർ ആയിട്ടും 1.5 മീറ്ററും ആയിട്ടാണ് മുറിച്ചത്. മനസ്സിലായോ? 4A equals 4 into half. Well, 2 times 2. 3A 3 into half, that is 3/2. 3/2 എന്നാണ് കിട്ടിയത്. അതിന് വേണമെങ്കിൽ
1.5 എന്ന് എഴുതാം. അപ്പം എങ്ങനെയാ വയറ് മുറിച്ചത്? 2 മീറ്ററും 1.5 മീറ്ററുമായിട്ടാണ് വയറ് കട്ട് ചെയ്തത്. എങ്ങനെ മുറിക്കണമെന്നാണ് ചോദ്യം. വയർ ഈസ് ടു ബി കട്ട് ആസ് 2 meter and 1.5 meter. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പം 2 മീറ്റർ ആയിട്ടും 1.5 മീറ്ററുമായിട്ടാണ് മുറിച്ചത്. അപ്പൊ 2 1.5 എത്ര? 3.5. മനസ്സിലായല്ലോ? ഇതാണ് 4ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം. In a class there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അതായത് ഇതിന്റെ അകത്ത് പറയുന്നത് എന്താണ്? ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികൾ എത്രയുണ്ടോ 5 ആൺകുട്ടികൾ 5 ആണെങ്കിൽ പെൺകുട്ടികൾ 5 4 9. ആൺകുട്ടികൾ 10 ആണെങ്കിൽ പെൺകുട്ടികൾ 10 4 14. On a day, ഒരു ദിവസം when only 8 boys were absent, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയപ്പോൾ the number of girls, ഇപ്പൊ ഗേൾസിന്റെ എണ്ണം എന്തായി മാറി? twice the number of boys. ഇത് ആൺകുട്ടികൾ 8 പേര് കുറഞ്ഞില്ലേ? അപ്പം എന്താണ് ആൺകുട്ടികളുടെ എന്താണ് പറയുന്നത്? എന്താണ്? the number of girls. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ 2 മടങ്ങായി. How many boys and girls are there in the class? ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളും എത്ര പെൺകുട്ടികളും ഉണ്ട്? മനസ്സിലായ ചോദ്യം? അപ്പം ആൺകുട്ടികള് x എന്ന് എടുക്കാം, പെൺകുട്ടികള് x+4. Let the number of boys be x and that of girls be x+4. മനസ്സിലായോ? ആൺകുട്ടികളുടെ x എന്നെടുത്ത് പെൺകുട്ടികളുടെ x+4 എന്നെടുത്ത്. പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എപ്പോഴും ഒരു കണ്ടീഷൻ തരും. നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ വരും. 8 ബോയ്സ് ആബ്സെന്റ് എന്ന് പറയുമ്പോൾ x-8 അല്ലേ വരുന്ന? 8 boys were absent on a day. Then the number of boys എത്രയാവും? x-8. Number of boys will be x-8 ആയി മാറും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഒരു ദിവസം 8 ആൺകുട്ടികള് ആബ്സെന്റ് ആയപ്പോൾ x-8 ഇവരുടെ ടോയ്സ് ആയി മാറി, 2 മടങ്ങായി മാറി. എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം എത്ര? x+8. ഒരു ദിവസം 8 ആൺകുട്ടികൾ വരാതിരുന്നപ്പോൾ x-8. അതിന്റെ ടോയ്സ് ആണ് പെൺകുട്ടികളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. മനസ്സിലായല്ലോ? നമ്പർ ഓഫ് ഗേൾസ് ഈസ് ടോയ്സ് ദ നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ഗേൾസ് ഈസ് ടോയ്സ് ദ നമ്പർ ഓഫ് ബോയ്സ് വെൻ 8 ബോയ്സ് വെർ ആബ്സെന്റ്. 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയപ്പോഴാണ് അവിടെ എണ്ണം കുറഞ്ഞില്ലേ? 8 പേര് കുറഞ്ഞില്ലേ? 16 ആയിരുന്നെങ്കിൽ 8 പറയുമ്പോ 8 പേര്. അപ്പൊ അതിന്റെ 2 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x മൈനസ് 8 2 16 ഈക്വൽസ് x+8. ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക, ഈ -16 അപ്പുറത്ത് കൊണ്ടുപോകുക. 2x - x. അപ്പം സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യും. 8 + 16 ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. x = 16 8 24. x 24 എന്താണ്? നമ്പർ ഓഫ് ബോയ്സ്. x+8 എത്ര? 24 8 32. Therefore, number of boys equals 24. Number of girls equals 32. മൊത്തം എത്ര പേര്? 24 32 56 കുട്ടികൾ ആ ക്ലാസ്സിൽ
ഉണ്ട്. അപ്പം 24 കുട്ടികളുണ്ട്, ബോയ്സ് 24 പേരായിരുന്നു. ഇതിൽ നിന്ന് ഒരു ദിവസം 8 പേര് വന്നില്ല. അപ്പൊ എത്രയായി? 16 പേര്. അതിന്റെ ഡബിൾ അല്ലേ 32 എന്ന് പറഞ്ഞാൽ 16 × 2 = 32. അതാണ് നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയത്. ട്വൈസ് ദ ബോയ്സ് ഈക്വൽസ് ഗേൾസ്. മനസ്സിലായോ ഇപ്പം? അതായത് 8 പേര് ആബ്സെന്റ് ആയപ്പോൾ എണ്ണം കുറഞ്ഞു. അപ്പോൾ അവരുടെ എണ്ണത്തിന്റെ ഡബിൾ ആയിരുന്നു, ഇരട്ടിയായിരുന്നു പെൺകുട്ടികളുടെ എണ്ണം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ആൻസർ, 5ാമത്തെ ആൻസർ. നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽസ് 24, നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽസ് 32. ടോട്ടൽ നമ്പർ ചോദിച്ചിട്ടുണ്ടോ ചോദ്യത്തില്? ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് പ്രത്യേകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള 3 ചോദ്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.